BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബംഗ്ലാദേശ് കലാപ കേസ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരി. ബംഗ്ലാദേശ് കലാപ കേസിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരി. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതി. വിദ്യാർത്ഥികൾക്കെതിരായ വെടിവയ്പ്പിനെക്കുറിച്ച് ഹസീനയ്ക്ക് അറിയാമായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചു. ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണലാണ് ഇന്ന് വിധി പറഞ്ഞത്. മുൻ ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമൽ, പോലീസ് IG ചൌധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരുടെ ശിക്ഷാവിധിയും ഇന്നറിയാം. കൂട്ടക്കൊല, പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ പ്രക്ഷോഭമുണ്ടായതിനെ തുടർന്ന് 2024 ഓഗസ്റ്റിലാണ് ഹസീന അധികാരം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഷെയ്ഖ് ഹസീന ഉൾപ്പെടെയുള്ള 3 പ്രതികളാണ് ഉള്ളത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ക്രൂരമായി അടിച്ചമർത്തി എന്നതാണ് ഹസീനയ്ക്കും മറ്റ് 2 പേർക്കും എതിരായ കുറ്റം. ഷെയ്ഖ് ഹസീനയുടെ അഭാവത്തിലായിരുന്നു കേസുകളിൽ വിചാരണ നടന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിചാരണ ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. TP വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം നൽകാനാകില്ല സുപ്രീംകോടതി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി. വിചാരണ കോടതി രേഖകൾ സുപ്രീംകോടതി വിളിച്ചുവരുത്തി. സെയിൽ വെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്ന പ്രതിയുടെ ആവശ്യവും പരിഗണിച്ചില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ എളുപ്പത്തിൽ ജാമ്യം നൽകാനാകില്ലെന്നായിരുന്നു സുപ്രീംകോടതി അറിയിച്ചത്. പ്രതികൾക്കെതിരെയുള്ളത് കൊലപാതക കേസാണെന്നും വിചാരണ കോടതിയിലെ രേഖകൾ പരിശോധിക്കാതെ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു. BLO ജീവനൊടുക്കിയ സംഭവം കോൺഗ്രസ് അസംബന്ധം പ്രചരിപ്പിക്കുന്നു EP ജയരാജൻ. കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് അസംബന്ധം പ്രചരിപ്പിക്കുന്നുവെന്ന് CPIM നേതാവ് EP ജയരാജൻ. BLO ജീവനൊടുക്കിയ സംഭവം വളരെ ദുഃഖകരമാണ്. അതിൽ പങ്കാളിയാകുന്നതിന് പകരം തെറ്റായി വ്യാഖ്യാനിച്ച് ആ ജീവനക്കാരെയും കുടുംബത്തെയും അപമാനിക്കുവാൻ കോൺഗ്രസും UDFും പുറപ്പെടുവാൻ പാടില്ലായിരുന്നുവെന്ന് EP ജയരാജൻ പറഞ്ഞു. അനീഷിന്റെ കുടുംബം പറയുന്നു ആർക്കും പങ്കില്ലെന്ന്. നിലവാരമില്ലാത്ത കോൺഗ്രസ് പറയുന്നത് ഈ പ്രശ്നത്തിൽ വലുതാക്കി കാണിക്കരുത്. തിരുവനന്തപുരത്ത് ഇരിക്കുന്ന VD സതീശന് ഇക്കാര്യം എങ്ങനെ അറിയാം? കളക്ടർക്ക് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പരിമിതിയുണ്ടാകുമെന്നും EP ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നായിരിക്കും. CPIMന് അങ്ങനെ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. SIR യഥാർത്ഥത്തിൽ BJPക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റിത്തീർക്കാനാണ് ഇപ്പോഴത്തെ നടപടികളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് തെറ്റായി പ്രവർത്തിക്കുന്നു. ഇത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. SIRുമായി ബന്ധപ്പെട്ട് BLOമാർക്ക് അമിത സമ്മർദ്ദമാണെന്ന് EP ജയരാജൻ പറഞ്ഞു. അവർക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേരളത്തിലെ SIR നടപടികൾ മാറ്റിവെക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിവെക്കുവാൻ തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയില്ലാത്തതിൽ CPIMന് പങ്കില്ല. ഇന്ത്യക്ക് പുറത്തുള്ള വീട്ടുകാരാണ് പരാതി നൽകിയത്. വി ജോയ്. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയില്ലാത്തതിൽ CPIMന് പങ്കില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയ്. ഇല്ലാത്ത വീടിന്റെ പേരിൽ വോട്ട് ചേർത്താൽ പരാതി നൽകുവാൻ അവകാശമുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള വീട്ടുകാരാണ് പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPIM പരാതി നൽകിയത്. സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുൻപാണ് പരാതി നൽകിയത്. മുട്ടട സിറ്റിംഗ് വാർഡാണ്. ശബരിനാഥൻ മത്സരിച്ചാലും ഞങ്ങൾക്ക് വിജയസാധ്യതയുണ്ടെന്നും വി ജോയ് പറഞ്ഞു. BJPയിലെ ആത്മഹത്യകൾ അതീവ ഗുരുതരമായ സാഹചര്യം. തിരുമല അനിലിന്റെ ആത്മഹത്യ BJP നേതാക്കളുടെ കണ്ണു തുറപ്പിച്ചില്ല. ബന്ധമില്ലെന്ന് പറഞ്ഞ BJP ഒഴിയുവാൻ ശ്രമിച്ചു. അനിലിനെ നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞുവെന്നും വി ജോയ് MLA പറഞ്ഞു. മണൽ മാഫിയ ബന്ധമുള്ള ആളെയാണ് തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കിയത്. RSSും BJPയും എത്ര ഭീകരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ് ഈ സംഭവങ്ങൾ. ആനന്ദിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണം. പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുമല അനിലിനെയും ആനന്ദിനെയും വീട്ടുകാരെയും BJP ഭീഷണിപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. BJP നേതാവ് ശ്രീലേഖയ്ക്കെതിരെയും CPIM രംഗത്തെത്തി. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഔദ്യോഗിക വാഹനത്തിൽ പട്ടിക്കുട്ടിയെ കൊണ്ടുപോയി. റോഡ് സേഫ്റ്റി ഫണ്ട് ഉപയോഗിച്ച് വീടിന് മുൻപിലെ റോഡ് നിർമ്മിച്ചു. പൊങ്കാലയ്ക്ക് കുത്തിയോട്ട വ്രതമെടുത്ത കുട്ടികൾക്കെതിരെ കേസെടുത്തു. അധികാര ദുർവിനിയോഗം നടത്തിയ ഉദ്യോഗസ്ഥയാണ് ശ്രീലേഖ.
അവനാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥിയെന്നും ബിജോയ് വിമർശിച്ചു. 20-ന് CPIM വാർഡ് തല പ്രചരണ പരിപാടി സംഘടിപ്പിക്കും. 21-ന് തിരുമലയിൽ പൊതുയോഗം. CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും. BJPയുടെ ഭീകരാവസ്ഥ തുറന്നു കാട്ടുവാനാണ് പ്രചരണമെന്നും ബിജോയ് കൂട്ടിച്ചേർത്തു. രഞ്ജിത്ത് മഞ്ജു വാര്യർ ചിത്രം ആരോ റിലീസ് ചെയ്ത് മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിക്കുന്ന ഹ്രസ്വചിത്രം ആരോ പുറത്ത്. സംവിധായകൻ രഞ്ജിത്ത് ഒരുക്കിയ ഹ്രസ്വചിത്രത്തിൽ മഞ്ജു വാര്യർ, ശ്യാമപ്രസാദ്, അസീസ് നെടുമങ്ങാട് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത്. ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസായത്. ഇതിനോടകം 7ഓളം സിനിമകൾ നിർമ്മിച്ച മമ്മൂട്ടി കമ്പനി ആദ്യമായാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്യാപിറ്റോൾ തിയേറ്ററുമായി സഹകരിച്ചാണ് മമ്മൂട്ടി കമ്പനി ഈ ചിത്രം നിർമ്മിച്ചത്. യൂട്യൂബിന് പുറമെ ഇനി വരുന്ന ദേശീയ, അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിലും ഈ ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. സംവിധായകൻ രഞ്ജിത്ത് ഒരിടവേളയ്ക്ക് ശേഷം ഒരുക്കിയ ചിത്രം കൂടിയാണ് ആരോ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. SIR എന്യൂമറേഷൻ ഫോം വിതരണം വേഗത്തിലാക്കണം. BLOമാരോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മർദ്ദത്തിന് തെളിവ്. SIR എന്യൂമറേഷൻ ഫോം വിതരണം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ മാസം 15-നുള്ളിൽ ഫോം വിതരണം പൂർത്തിയാക്കണം എന്നായിരുന്നു BLOമാർക്കുള്ള നിർദ്ദേശം. അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും എന്നായിരുന്നു നിർദ്ദേശം. ഔദ്യോഗിക സ്വഭാവത്തിൽ നോട്ടീസ് നൽകിയായിരുന്നു തീയതി നിശ്ചയിച്ചു നൽകിയത്. പാലക്കാട് നെന്മാറയിലും ആലത്തൂരിലും നൽകിയ നോട്ടീസ് മാധ്യമങ്ങൾക്ക് ലഭിച്ചു. എല്ലാ ശനിയാഴ്ചകളിലും വിളിക്കുന്ന പരിഷ്കരണ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ വിഷയം ഉയർന്നിരുന്നുവെങ്കിലും നിർദ്ദേശം നൽകിയിട്ടില്ലെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി നൽകിയിരുന്നത്. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. നവംബർ 4 മുതലാണ് സംസ്ഥാനത്ത് SIR നടപടികൾ ആരംഭിച്ചിരുന്നത്. ഡിസംബർ 4-നുള്ളിൽ എന്യൂമറേഷൻ വിതരണം പൂർത്തിയാക്കുമെന്നായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നത്. SIR നടപടികൾ നീട്ടിവെക്കുവാൻ കഴിയില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരുന്നു. അതിനിടെ കണ്ണൂർ പയ്യന്നൂരിൽ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ സർവീസ് സംഘടനകളുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഇന്നത്തെ SIR ജോലി ബഹിഷ്കരിച്ചാണ് BLO കൂട്ടായ്മയുടെ പ്രതിഷേധം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസ്, അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നു, രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് കോടതി. INTUC നേതാവ് R. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അനുമതി നിഷേധിച്ചതിനെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് രൂക്ഷ വിമർശനം. സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു ധാരണയെന്നും ഹൈക്കോടതിയുടെ വിമർശനം. കേസിൽ നേരത്തെ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതിൽ അഴിമതി നിരോധന നിയമം കൂടി ചേർത്താൽ മാത്രമേ പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. CBI ആദ്യഘട്ടത്തിൽ അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തുന്ന കാര്യം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് നിഷേധിച്ചിരുന്നു. പിന്നീട് CBI സുപ്രീംകോടതിയെയും സമീപിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ആ ഘട്ടത്തിലും സമാന നിലപാടാണ് സ്വീകരിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.